1. ഉയരം കൂടുന്തോറും ബരോമീറ്ററിലെ രാസനിരപ്പ് കുറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം ആയ പീഠഭൂമി ഏത്? ഇന്ത്യയിലും ഏറ്റവും വിസ്തീർണം കൂടിയ പീഠഭൂമി ഏത്? ഡക്കാൻ. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത്? ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത്? ഡോൾഫിൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി ഏത്? ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ജംഷഡ്പൂർ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആര്? രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആര്? സക്കീർ ഹുസൈൻ. പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത്? പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത്? അറബി മലയാളം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏത്? രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. രാംലീല മൈതാനം ഏത് നഗരത്തിലാണ്? രാംലീല മൈതാനം ഏത് നഗരത്തിലാണ്? ഡൽഹി. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്? ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്? 72 ദിവസം. ഇടുക്കിയിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ച വർഷം? ഇടുക്കിയിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ച വർഷം 1976. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീണ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീണ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിക്കപ്പെട്ടത്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ഏത്? കൊൽക്കത്ത. ഏറ്റവും ബലമുള്ള താടിയെല്ലുകൾ ഉള്ള ജീവി ഏത്? ഏറ്റവും ബലമുള്ള താടിയെല്ലുകൾ ഉള്ള ജീവി ഏത്? കഴുതപ്പുലി. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? കൊൽക്കത്തയിൽ. ഇന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ? ഇന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ്. ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം ഏതു വർഷമായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം ഏതു വർഷമായിരുന്നു? 1926. കേരള യുക്തിവാദി സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? കേരള യുക്തിവാദി സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? MC ജോസഫ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെ? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം ഏത്? കൊൽക്കത്ത. ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആര്? ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യൻ ഗവൺമെന്റ് 2005 ആരംഭിച്ച ഭാരത നിർമ്മാണ പദ്ധതിയുടെ ലക്ഷ്യം? ഇന്ത്യ ഗവൺമെന്റ് 2005 ആരംഭിച്ച ഭാരത നിർമ്മാണ പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമവികസനം. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? തിരുവനന്തപുരം. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രി ആരായിരുന്നു? 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജഗ്ജീവൻ റാം. ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള യാത്രാപദ്ധതി? ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള യാത്രാപദ്ധതി ചാന്ദ്രയാൻ 1.
ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏത്? ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏത്? കന്യാകുമാരി. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏത്? മുംബൈ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ആര്? താക്കർ കമ്മീഷൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം ഏത്? ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം ഏത്? 1963. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? ഝാൻസി റാണി. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 360. സാർ രാജവംശം ഭരിച്ചിരുന്ന രാജ്യം ഏത്? റഷ്യ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൗരന് അതിന്റെ കാരണം അറിയാനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 22. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമകൻ ആര്? സിറിൽ റാഡ്ക്ലിഫ്. സാമുവൽ ഹനിമാൻ ഏതു രാജ്യക്കാരനായിരുന്നു? ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? സച്ചിദാനന്ദ സിൻഹ. ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? മെക്സിക്കോ. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ഏത്? 1984. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 22. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും നീളം കൂടിയ നട്ടെല്ലുള്ളത് ഏതിനാണ്? ജിറാഫ്. താങ്ക് യു.